സാമ്പത്തിക ശക്തി ഇന്ന് വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു ചാപ്റ്ററാണല്ലോ. ഇന്ന് ലോകത്ത് നടക്കുന്ന ഈ യുദ്ധം പോലും അതിൻ്റെ ഒരു ഭാഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ അടുത്ത് അത്രയധികം ഫിനാൻഷ്യൽ പവർ ഉണ്ട് എന്നുള്ള ഒറ്റ ധാർഷ്ട്യത്തിൻ്റെ പേരിലാണ് ഈ യുദ്ധം ഇന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേ സുഹൃത്തുക്കളെ, ഇന്ന് വ്യക്തി എന്ന് തുടങ്ങി കുടുംബമായാലും ശരി, നമ്മുടെ നാടായാലും ശരി, രാജ്യമായാലും ശരി, ആർക്കാണോ കൂടുതൽ മണി പവർ ഉള്ളത് അവനാണ് തീരുമാനാധികാരം അവൻ്റെ കയ്യിലായിരിക്കും. എല്ലാം നിയന്ത്രിക്കുക. എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടും കോടാനുകോടി ജനങ്ങൾക്ക് എത്രയോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് പോലും ആ തമ്മാടി രാജ്യങ്ങൾ ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ആ നിലപാട് സ്വീകരിക്കണം. എന്തിൻ്റെ പേരിലാണ്? ആ മണി പവർ ഉള്ളതിൻ്റെ പേരിൽ. അതുകൊണ്ട് തന്നെ ഈ മണി പവർ എന്ന് പറയുന്നത് ഇവിടെ നന്മ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഉണ്ടായില്ലെങ്കിലുള്ള കുഴപ്പം ഇതേപോലെയുള്ള തിന്മയുടെ വക്താക്കളായിട്ടുള്ള ആന്തോണികളായിട്ടുള്ള ലോകത്ത് സമാധാനം തകർക്കുന്ന ഇത്തരം കക്ഷികളെടുത്താണ് കൂടുതൽ പണമെങ്കിൽ ഇതേ രീതിയിലുള്ള നിരന്തരമായ അസ്വസ്ഥതകൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതിൻ്റെയൊക്കെ വലിയ വലിയ ഉദാഹരണങ്ങളാണ് കാലികമായി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്മയുടെ വക്താക്കളായിട്ടുള്ള വ്യക്തികളായാലും ശരി, സമൂഹമായാലും ശരി, നാടായാലും ശരി, രാജ്യങ്ങളായാലും ശരി, അവരുടെ കയ്യിലൊക്കെ മതിയായ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ തുടക്കകാലം മുതൽ തന്നെ അല്പസ്വല്പ സമ്പത്തുകൾ സേവ് ചെയ്യാനും നല്ല വല്ല പ്രൊജക്റ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും മതിയായൊരു സാമ്പത്തിക ശക്തിയായി വളരാനൊക്കെ അത് വ്യക്തിയിൽ നിന്ന് തുടങ്ങി അതൊരു രാജ്യത്തിൻ്റെ വരെ ഒരു പൊസിഷനിലേക്ക് കാര്യങ്ങൾ ഇനിയും വഴുകാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഞാൻ നാസർ നൂറുദ്ദീൻ, റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാനിപ്പോൾ ഉള്ളത് സാൻഡൽവുഡ് ഗ്രോ ഫാമിംഗ് പ്ലാന്റേഷൻ പ്രോജക്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് ജില്ലയിലെ സൈറ്റിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. താങ്ക് യു.